ഹായ് എല്ലാ പുതിയ അച്ഛനമ്മമാർക്കും പിന്നെ കുഞ്ഞിനെ കാത്തിരിക്കുന്നവർക്കും ഒരു വലിയ ഹലോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേൾക്കുമ്പോൾ പേടി തോന്നരുത്, ഇത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, പകരം ശരിയായ അറിവ് തന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് തരാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? സൗത്ത് ഇന്ത്യൻ OGയിലെ ഡോക്ടർ പ്രശാന്തിന്റെ ഈ ഒരു വാചകം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. അദ്ദേഹം പറയുന്നു, ഒരു നവജാത ശിശുവിന്റെ ഏറ്റവും വലിയ ശത്രു അണുബാധയുള്ളൂ അല്ല, അത് തണുപ്പാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായി കേട്ടപ്പോൾ അതിശയിച്ചുപോയി. പക്ഷെ ഇതിനു പിന്നിൽ വളരെ സീരിയസ് ആയ സയൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇതൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ കുഞ്ഞ് നല്ല ചൂടുള്ളൊരു കാപ്പി നേർത്തൊരു പേപ്പർ കപ്പിൽ വെച്ചിരിക്കുന്നത് പോലെയാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, ആ കാപ്പി എത്ര പെട്ടെന്നായിരിക്കും തണുത്തു പോകുന്നത്. അതേ വേഗതയിലാണ് ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും ചൂട് പുറത്തേക്ക് പോകുന്നത്. ശരിക്കും അത്രയും ദുർബലമാണ് അവരുടെ അവസ്ഥ. അപ്പോ ഇതാണ് യഥാർത്ഥ അപകടം, പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളില്. അപ്പൊ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ തണുപ്പ് ഇത്ര വലിയൊരു വില്ലനാവുന്നത്? നമുക്കതിന്റെ സയൻസിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ ശരിയായി സംരക്ഷിക്കാൻ പറ്റൂ, അല്ലേ? ഈ നമ്പർ ഇത് മനസ്സിൽ വെച്ചോളൂ. 4x, അതായത് 4 ഇരട്ടി. നമ്മളെ, അതായത് മുതിർന്നവരെ അപേക്ഷിച്ച് ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ചൂട് നഷ്ടപ്പെടുന്നത് 4 ഇരട്ടി വേഗത്തിലാണ്. എന്താ കാരണമെന്നല്ലേ? വളരെ സിമ്പിളാണ്. അവരുടെ കുഞ്ഞു ശരീരത്തിന്റെ ഭാരവും തൊലിയുടെ വിസ്തീർണവും തമ്മിലുള്ള അനുപാതം നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചൂട് പെട്ടെന്ന് പുറത്തേക്ക് പോവും. ശരി, അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്? അവരുടെ ശരീരത്തിന് എന്താണിത്ര പ്രത്യേകത? നമുക്കതിലേക്ക് കടക്കാം. ഇവിടെയാണ് നമ്മളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നമുക്ക് തണുത്താൽ എന്തു ചെയ്യും? ശരീരം താനെ വിറയ്ക്കാൻ തുടങ്ങും, അല്ലേ? അതൊരു ഓട്ടോമാറ്റിക് ഹീറ്റർ പോലെയാണ്. പക്ഷേ നവജാത ശിശുക്കൾക്ക് അങ്ങനെ വിറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ചൂട് നിലനിർത്താൻ വേണ്ടി അവരുടെ ശരീരത്തിലെ വിലയേറിയ ഇന്ധനം, അവരുടെ എനർജി കത്തിച്ചു കളയേണ്ടി വരും. യഥാർത്ഥത്തിൽ ആ എനർജി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതാണിവിടെ നഷ്ടപ്പെടുന്നത്. ഈ പറയുന്ന ഇന്ധനം, അതാണ് ബ്രൗൺ ഫാറ്റ്. ഇതിനെ നമുക്കൊരു ഇൻബിൽറ്റ് എമർജൻസി പവർ ബാങ്ക് എന്ന് വിളിക്കാം. കുഞ്ഞിന്റെ കഴുത്തിലും നെഞ്ചിലും പുറകിലുമായി വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതുണ്ടാകൂ. തണുപ്പ് കൂടുമ്പം ശരീരം ചൂടാക്കാൻ പ്രകൃതി കൊടുത്തൊരു സൂത്രമാണിത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ പവർ ബാങ്കിന് ചാർജ് വളരെ കുറവാണ്. അത് വളരെ പെട്ടെന്ന് തീർന്നുപോകും. കുഞ്ഞിന് തണുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ആദ്യം ആ ബ്രൗൺ ഫാറ്റ് എന്ന പവർ ബാങ്ക് അതിവേഗം കാലിയാകുന്നു. അതോടെ ബ്ലഡ് ഷുഗർ ലെവൽ കുത്തനെ താഴോട്ട് പോകും. പിന്നാലെ ഓക്സിജന്റെ അളവും കുറയും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ കുഞ്ഞ് ആകെ ക്ഷീണിച്ചു പോകും. ഫലമെന്താണെന്നോ? പാല് കുടിക്കാൻ പോലും അവർക്ക് ശേഷിയുണ്ടാവില്ല. അതൊരു അപകടകരമായ അവസ്ഥയാണ്. ഓക്കേ, ഇത്രയും കേട്ട് പേടിക്കൊന്നും വേണ്ട. കാരണം ഇതിന് വളരെ സിമ്പിളായ തെളിയിക്കപ്പെട്ട ഒരു പരിഹാരമുണ്ട്. അതാണ് നമ്മുടെ 5 പോയിന്റ് വാംത്ത് പ്ലാൻ. നിങ്ങളുടെ കുഞ്ഞിന് ഒരു സംരക്ഷണ കവചം തീർക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ. ഇതാണ് ആ 5 കാര്യങ്ങൾ. 1. +1 ലെയർ റൂൾ. 2. മുറിയിലെ താപനില, അതായത് 25 മുതൽ 28 ഡിഗ്രി. 3. ചിമ്മിനി ഇഫക്റ്റ്. 4. ആദ്യത്തെ കുളി കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും വൈകിപ്പിക്കുക. പിന്നെ 5ാമത്തത് ഹ്യൂമൻ തെർമോസ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ ആദ്യത്തേത് +1 ലെയർ റൂൾ. പേര് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ധരിക്കുന്നോ അതിനേക്കാൾ ഒരു ലെയർ വസ്ത്രം കൂടുതൽ കുഞ്ഞിനെ ധരിപ്പിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വസ്ത്രങ്ങൾ എപ്പോഴും 100% കോട്ടൺ അല്ലെങ്കിൽ മസ്ലിൻ ആയിരിക്കണം. കാരണം ഈ തുണികൾക്ക് വായു കടത്തിവിടാൻ കഴിയും. പോളിസ്റ്റർ പോലുള്ള സിന്തറ്റിക് തുണികൾ ഇട്ടാൽ കുഞ്ഞ് വിയർക്കുമ്പോൾ അത് ഉള്ളിൽ തന്നെ കെട്ടിനിന്ന് ശരീരം കൂടുതൽ തണുക്കാൻ കാരണമാകും. അപ്പോൾ അത് വേണ്ട. രണ്ടാമത്തേത് റൂം ടെമ്പറേച്ചർ. ഈ നമ്പറുകളൊന്ന് കുറിച്ചു വെച്ചോളൂ. 25നും 28നും ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. ഇത് വെറുമൊരു നിർദ്ദേശമല്ല, കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായൊരു കാര്യമാണ്. നിങ്ങൾ AC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 26 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലൊരു വിട്ടുവീഴ്ചയും വേണ്ട. ഇനി ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഒരു കുഞ്ഞിന്റെ ശരീരത്തിന്റെ മൊത്തം വിസ്തീർണം എടുത്താല് അതില് 21% അവരുടെ തലയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 1/5 ഭാഗം. അതുകൊണ്ടാണ് തലയിലൂടെ ഇത്രയധികം ചൂട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, തൊപ്പി വെക്കാത്ത തല ഒരു തുറന്ന ചിമ്മിനി പോലെയാണെന്ന്. ശരീരത്തിലെ ചൂട് മുഴുവൻ പുക പോലെ അതിലൂടെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുക,
ആദ്യത്തെ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും വീടിന്റെ ഉള്ളിയാണെങ്കിൽ പോലും ഒരു സോഫ്റ്റ് കോട്ടൺ തൊപ്പിയും കാലിൽ സോക്സും നിർബന്ധമായും വേണം. 4ാമത്തെ നിയമം, ആദ്യത്തെ കുളി. ഇത് വളരെ പ്രധാനമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും കാത്തിരിക്കണമെന്നാണ്. പക്ഷെ പറ്റുമെങ്കിൽ 48 മുതൽ 72 മണിക്കൂർ വരെ കാത്തിരിക്കുന്നത് അതിലും നല്ലതാണ്. കാരണം ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ വർണിക്സ് എന്നൊരു വെളുത്ത ആവരണം കാണാം. അത് വെറുമൊരു അഴുക്കല്ല, അത് പ്രകൃതിദത്തമായ ഒരു മോയ്സ്ചറൈസറും ഇൻസുലേറ്ററുമാണ്, ഒരു തെർമൽ ബ്ലാങ്കറ്റ് പോലെ. അത് കുഞ്ഞിന്റെ തൊലിയിലേക്ക് അലിഞ്ഞു ചേരാൻ നമ്മൾ സമയം കൊടുക്കണം. അതുകൊണ്ട് കുളിപ്പിക്കാൻ ധൃതി കാണിക്കരുത്. അവസാനത്തേത്, 5ാമത്തേത്, കങ്കാരു മദർ കെയർ അല്ലെങ്കിൽ KMC. സത്യം പറഞ്ഞാൽ ഇതൊരു മാജിക് തന്നെയാണ്. കുഞ്ഞിന് ഡൈപ്പർ മാത്രമിട്ട് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് കിടത്തുക, അതായത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഇത് അമ്മയ്ക്ക് മാത്രമല്ല, അച്ഛനും ചെയ്യാം. അമ്മയുടെ നെഞ്ചിനൊരു പ്രത്യേക കഴിവുണ്ട്. അതൊരു സ്മാർട്ട് തെർമോസ്റ്റാറ്റ് പോലെയാണ്. കുഞ്ഞിന് തണുക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ശരീരം ചൂടാകും, കുഞ്ഞിന് ചൂട് കൂടുന്നുണ്ടെങ്കിൽ അമ്മയുടെ ശരീരം തണുക്കും. ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ. ഇത് കുഞ്ഞിന് ചൂട് നൽകുമെന്ന് മാത്രമല്ല, നിങ്ങളുമായുള്ള ബോണ്ടിംഗ് കൂട്ടാനും ഏറ്റവും നല്ല വഴിയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം, മിഥ്യാധാരണകളും മെഡിക്കൽ വസ്തുതകളും. നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിലെല്ലാം ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലെ ശാസ്ത്രം പറയുന്നത് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ സ്നേഹവും പാരമ്പര്യവും സയൻസുമായി ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് നോക്കാം. ഏറ്റവും സാധാരണയായി കാണുന്നൊരു ധാരണയാണ് കുഞ്ഞിന് ഒരുപാട് തുണിയില്, പ്രത്യേകിച്ചു കട്ടിയുള്ള കമ്പിളിയിലൊക്കെ ഇട്ട് വലിഞ്ഞു മുറുക്കി പൊതിയുന്നത് കുഞ്ഞ് നല്ല ബലവാനാകാനാണ് എന്നൊക്കെയാവും പറയുക. പക്ഷെ ഇവിടെയാണ് ശാസ്ത്രം ഒരു മുന്നറിയിപ്പ് തരുന്നത്. കുഞ്ഞിന്റെ ശരീരം ഒരുപാട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ്, സിഡ്സിന്, അതായത് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, തണുപ്പ് എത്രത്തോളം അപകടകരമാണോ അത്രതന്നെ അപകടകരമാണ് ഓവർ ഹീറ്റിംഗും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്റെ കുഞ്ഞിനിപ്പോ ചൂട് കൂടുവാണോ അതോ തണുക്കുവാണോ? അതെങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും? അതിന് വളരെ സിമ്പിളായ എന്നാൽ ഏറ്റവും കൃത്യമായ ഒരു വഴിയുണ്ട്. അതാണ് നെക്ക് ടെസ്റ്റ്. നിങ്ങളുടെ 2 വിരലെടുത്ത് കുഞ്ഞിന്റെ കഴുത്തിന് പുറകിലൊന്ന് വെച്ചു നോക്കുക. ആ ഭാഗം ഒരുപാട് ചൂടുമില്ലാതെ തണുപ്പുമില്ലാതെ, എന്നാൽ ചെറു ചൂടോടെയും ഉണങ്ങിയും ഇരിക്കണം. അതാണ് കറക്റ്റ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒരിക്കലും കുഞ്ഞിന്റെ കൈപ്പത്തിയിലോ കാൽപാദത്തിലോ തൊട്ടുനോക്കി തീരുമാനിക്കരുത്. കാരണം കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ എപ്പോഴും കുറച്ച് തണുത്തിരിക്കും. അത് നോർമലാണ്. അതുകൊണ്ട് എപ്പോഴും കഴുത്തിന് പുറകിൽ നോക്കുക. ഇനി വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ വിളിക്കേണ്ടത്? ചില റെഡ് ഫ്ലാഗുകളുണ്ട്, അതായത് നമ്മൾ ഒരിക്കലും അവഗണിക്കരുതാത്ത ചില അപകട സൂചനകൾ. ഈ കാണുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിന്റെ കക്ഷത്തിൽ തെർമോമീറ്റർ വെക്കുമ്പോൾ താപനില 36.5 ഡിഗ്രിക്ക് താഴെ കാണിക്കുക. പാൽ കുടിക്കാൻ സമയമായാലും ഉണർത്താൻ പറ്റാത്ത അത്ര ക്ഷീണം, അല്ലെങ്കിൽ തൊലിയിൽ നീലനിറം കാണുക. ഇവയെല്ലാം അപകടത്തിന്റെ സൂചനകളാണ്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ വീട്ടുവൈദ്യത്തിന് നിൽക്കരുത്, ഉടൻ തന്നെ ഡോക്ടറെ വിളിക്കണം. നിങ്ങൾക്ക് ഈ സ്ലൈഡിലെ വിവരങ്ങൾ വ്യക്തമായി വായിക്കാൻ വേണമെങ്കിൽ ഇവിടെയൊന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ ഇത് മനസ്സിലങ്ങ് പതിപ്പിച്ചോളൂ. 36.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. ഇത് ഒരു റെഡ് അലേർട്ടാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കുഞ്ഞുള്ള ഓരോ വീട്ടിലും ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ നിർബന്ധമായും വേണം, അത്യാവശ്യമാണ്. അപ്പോ അവസാനം ഒന്നേ പറയാനുള്ളൂ, ആഴത്തിൽ ഒരു ശ്വാസമെടുക്കുക. നിങ്ങൾ ആ കുഞ്ഞിന്റെ അച്ഛനാണ്, അമ്മയാണ്. നിങ്ങൾ തന്നെയാണ് അവരുടെ സംരക്ഷണ കവചം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെറും ഊഹാപോഹങ്ങളല്ല, കൃത്യമായ, ചോദ്യം ചെയ്യാൻ പറ്റാത്ത സയൻസുണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങൾക്കിത് വളരെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.